ഹായ് എവരിവൺ. ഏവർക്കും ട്രാപ്ഡ് ഡബ്ല്യൂടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിഷ്ണു പി. ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ അഡ്വാൻസ് ആയി എന്നൊക്കെ പറയുകയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് 2023 അവസാന ദിവസം. എല്ലാവരും ന്യൂ ഇയറിന്റെ സന്തോഷത്തിലാണ്. അപ്പൊ നിങ്ങൾക്ക് ന്യൂ ഇയർ ആയിട്ട് അടുത്ത ജനുവരി 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങൾ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു നല്ലൊരു അടിപൊളി ഒരു ഇൻഡിക്കേറ്റർ കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പൊ ഈ ഇൻഡിക്കേറ്റർ കണ്ടുകൊണ്ട് ഒരിക്കലും ഞാൻ പറയാണ്, ഞാൻ ആദ്യമേ നിങ്ങൾക്കൊരു വാണിംഗ് തരിക്കുന്ന ഇൻഡിക്കേറ്റർ ഉണ്ട്. ഈ ഇൻഡിക്കേറ്റർ കൊണ്ട് നിങ്ങൾ ഒരിക്കലും എൻട്രി എടുക്കാൻ നിൽക്കരുത്. ഓക്കെ, നിങ്ങളുടെ എക്സിറ്റ് എവിടെയാണ്? ഓക്കെ, അത് നിങ്ങൾ എൻട്രി എടുത്ത ട്രേഡിങ്ങിനനുസരിച്ച്, നിങ്ങളുടെ സെറ്റപ്പിനനുസരിച്ച് നിങ്ങൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ആ എൻട്രിയുടെ എക്സിറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ഒരു ഓപ്ഷൻ ബയ്യർ എക്സിറ്റ് ആകണം എന്നുള്ളതിന് വേണ്ടി മാത്രമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ട്രേഡ് ചെയ്യാൻ ഞാൻ ആരെയും നിർബന്ധിക്കുന്നതല്ല. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക, നിങ്ങളുടേതായ ബാക്ക് ടെസ്റ്റ്, നിങ്ങളുടേതായ എഫോർട്ട് എടുത്തുകൊണ്ട് മാത്രം ഈ ഇൻഡിക്കേറ്റർ മനസ്സിലാക്കി എടുക്കുക. ഞാൻ ജസ്റ്റ് ഇതിനെ ഒരു മനസ്സിലാക്കി തരികയും ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഇൻഡിക്കേറ്റർ ഒട്ടും സമയങ്ങളെ നമുക്ക് വീഡിയോയിലോട്ട് ഇറങ്ങാം. വീഡിയോ അല്പം ലെങ്തിയാവും, ബട്ട് കുഴപ്പമില്ല. നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നല്ലൊരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇതാണ്. എന്തിനാണ് ഇൻഡിക്കേറ്റർ? ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചുള്ള ട്രേഡിംഗ് എന്നത് പലരും പലതരത്തിലുള്ള സെറ്റപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതിനകത്ത് നിരവധി, ഞാൻ ട്രാപ്പ് ട്രേഡിംഗ് ആണ്, ചിലർ പ്രൈസ് സെഷൻ ആണെങ്കിൽ വേറെ ചാർട്ട് പാറ്റേൺസ് ആണ്, വേറെ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ആണ്, വേറെ കുറെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഇൻഡിക്കേറ്റർ എല്ലാവർക്കും അവരുടേതായിട്ടൊരു ട്രേഡിംഗ് എഡ്ജ് ഉണ്ട്. അപ്പൊ ഇൻഡിക്കേറ്റർ ഒരു ഇൻഡിക്കേറ്ററും ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് സഹായിക്കില്ല. ഓക്കെ, ഒരു ഇൻഡിക്കേറ്റർ നിങ്ങളെ ലൈവ് മാർക്കറ്റിൽ സഹായിക്കില്ല. അപ്പൊ അതിനുള്ള നമ്മളെ സഹായിക്കുന്ന ചില ഇൻഡിക്കേറ്റർ മാത്രമേ ഉള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന ചുരുക്കം ചില ഇൻഡിക്കേറ്ററുകൾ ഒന്നാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അത് ഇൻഡിക്കേറ്റർ നിങ്ങൾ അനുസരിച്ച് നേരെ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യുക. ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ ഇൻഡിക്കേറ്ററിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് പോകുക. ഇവിടെ പോയി പി പി ഡൈനാമിക് സോൺസ്. ഓക്കെ, പി പി ഡൈനാമിക് സോൺസ്. അപ്പൊ ഇത് ഞാൻ ഓൾറെഡി സ്റ്റാറിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് പി പി ഡൈനാമിക് സോൺ, പി പി ഡ്രങ്കൻ. ഇത് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു പേര് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ നല്ല നല്ല ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഇൻഡിക്കേറ്റർ 2 വർഷത്തോളം ഉപയോഗിക്കുന്നത്. ഈ 2 വർഷത്തോളം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എന്റെ എക്സിറ്റിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോക്കുക, എന്റെ ഒരുമാതിരിപ്പെട്ട ലൈവ് വീഡിയോയിലെല്ലാം ശ്രദ്ധിക്കാൻ നിങ്ങൾ നോക്കുക. ഞാൻ ഇതിനനുസരിച്ചാണ് ഞാൻ എക്സിറ്റ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഇൻഡിക്കേറ്റർ സെലക്ട്. അപ്പൊ ഇതിനകത്ത് ഈ സ്റ്റാറിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് വന്ന് കിടക്കും. അപ്പൊ ഈ ഡൈനാമിക്സും നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് വെയിറ്റ് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്ത് വരട്ടെ. ഓക്കെ, 2 ആയിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് പോവുക. ഇതിനകത്ത് നമ്മൾ മാക്സിമം നോക്കേണ്ടത്, അപ്പൊ ഈ വീഡിയോ അവസാനം വരെ കാണുന്നവരാണെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി നല്ലൊരു ടിപ്പ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രോ യൂസ് ഞാൻ കറക്റ്റ് ആയിട്ട് അവസാനം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നേരെ സ്കിപ്പ് ചെയ്ത് അവസാനം കാണാൻ പോകാൻ നിൽക്കരുത്. നിങ്ങൾ മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അവസാനം നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് പോവുക. സെറ്റിംഗിൽ പോയി നമുക്ക് ഇതിനകത്ത് ഷോ ഡെയിലി സോൺ ഉണ്ട്, ഇതിനകത്ത് വീക്ക്ലി സോൺ ഉണ്ട്, മന്ത്ലി സോൺ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഡെയിലി സോണും വീക്ക്ലി സോണും വളരെ ഉപകാരം. ഇതിനകത്ത് ഡെയിലി സോണിന് റെസിസ്റ്റൻസ് ആയിട്ട് വീക്ക്ലി സോൺ കൂടി. ഓക്കെ, വീക്ക്ലി സോൺ നല്ലതായിട്ട് ഉപകാരപ്പെടും. ഓക്കെ, ഞാൻ ഇതിനകത്ത് റെസിസ്റ്റൻസ് ആയിട്ട് റെഡ് കളറിലും സപ്പോർട്ടായിട്ട് ഗ്രീൻ കളറിലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ബ്ലൂ കളറിൽ വന്നിരിക്കുന്നത് വീക്ക്ലി സോൺ ആണ്. ഈ ബ്ലൂ കളർ വന്നിരിക്കുന്നത് വീക്ക്ലി സോൺ ആണ്. അപ്പോൾ വീക്ക്ലി സോണിന്റെ റെസിസ്റ്റൻസ് സപ്പോർട്ടും ഇതേ കളറാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നോക്കാം. അപ്പൊ ഇത് ഞാൻ ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നത് 3 മിനിറ്റ് ആണ്. ഓക്കെ, 3 മിനിറ്റ് അത് 5 മിനിറ്റ് നിങ്ങൾക്ക് നോക്കാം. അപ്പൊ ഇതിനകത്ത് എങ്ങനെ ഒരു എൻട്രി എടുക്കാം, അല്ലെങ്കിൽ എൻട്രി എടുക്കുന്നില്ല, എങ്ങനെ നമുക്ക് എക്സിറ്റ് ആണ്. ഓൾറെഡി ലാസ്റ്റ് ഡേ ഒക്കെ നോക്കുക. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട 3 ക്യാൻഡിൽസ് ഞാൻ ആദ്യമേ പറഞ്ഞു തന്നിരുന്ന 3 ക്യാൻഡിൽസുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ ഒരു ഹാമർ ടൈപ്പ് ക്യാൻഡിൽ. ഹാമർ ടൈപ്പ് എന്ന് പറയുമ്പോൾ വെയിറ്റ്, ഞാൻ കാണിച്ചു തരാം. 1 മിനിറ്റ്. ഓക്കെ, ജസ്റ്റ് ഒരു ലാഗ് ഉണ്ട്, നോക്കുക. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത് ഞാൻ 2-3 ക്യാൻഡിൽ, ഒന്ന് എൻഗൾഫിംഗ് ക്യാൻഡിൽസ്, പിന്നെ ഒന്ന് വേറൊന്ന് ഒരു ഹാമർ ടൈപ്പ് ക്യാൻഡിൽ, ഹാമർ ഇൻവെർട്ടർ, എന്താ പറയാ, ഇൻവെർട്ടർ ഹാമർ അല്ലെങ്കിൽ ഒരു സ്പിന്നിങ് ടോപ്സ്, അതായത് ഡോജി ടൈപ്പിൽ, അതായത് ഇതേപോലെയുള്ള ഒരു, ഓക്കെ നോക്കുക, ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ. ഓക്കെ, ഇതൊരു റെഡ് ക്യാൻഡിലാന്ന് വിചാരിക്കുക, ഇതൊരു ഗ്രീൻ ക്യാൻഡിലാന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇതേപോലെ എൻഗൾഫിംഗ് ക്യാൻഡിൽ വരികയാണെങ്കിൽ ഇതിനകത്ത് വളരെ ഉപകാരപ്പെടും. അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു ഡോജി അല്ല, ഒരു ഹാമർ ടൈപ്പ് ക്യാൻഡിൽസ്. ഓക്കെ,
ഹാമർ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഇൻവെർട്ടർ ടൈപ്പ് ഹാമർ രണ്ടും നോക്കുക. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ടൈംസ് ഞാൻ ഉപയോഗിക്കുന്ന ചില ടൈംസ് ചിലപ്പോൾ മേ ബി തെറ്റാകാം. ഇതേപോലുള്ള ക്യാൻഡിൽസ്, അതർവൈസ് ഇതേപോലുള്ള ഒരു ക്യാൻഡിൽസ് വരില്ല. ഇതിന് നടുക്ക് ഒരു സ്പിന്നിങ് ടോപ്പ് അതേ ടൈപ്പ് ഉള്ള ഒരു ക്യാൻഡിൽസ്. ഓക്കെ, ഇതേപോലുള്ള ക്യാൻഡിൽസ് വരുമ്പോഴും ഈ ഈ ഈ മൂന്ന് 1 2 3 4 ഈ 4 ടൈപ്പ് ക്യാൻഡിൽസുകളെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, ഇതേ 4 ടൈപ്പിലെ ക്യാൻഡിൽസ് മനസ്സിലാക്കി വെക്കുക. ഇത് എപ്പോൾ ഈ സപ്പോർട്ട് ഏരിയയിൽ വരുന്നു, ഓക്കെ, ഇതേപോലെ ഒരു സപ്പോർട്ട് ഏരിയയിൽ വരുന്നു അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയയിൽ വരുന്നു, അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ വലിയ വലിയ ട്രേഡേഴ്സ് അവിടെ ഹ്യൂജ് ഓർഡേഴ്സ് പെൻഡിങ് ആയിട്ടുണ്ടാവും. അവരുടെ ആൾമോസ്റ്റ് അവിടെ അലർട്ട് ആവും. അപ്പൊ ഇതിനനുസരിച്ച് അപ്പൊ ഇതുകൊണ്ട് മാത്രമാണ്, ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവിടെ അറിയാൻ പറ്റും. ഈ ഇൻഡിക്കേറ്റർ ടച്ച് ആകുമ്പോഴേ, അല്ലെങ്കിൽ ഈ ഇൻഡിക്കേറ്ററിന്റെ സപ്പോർട്ടിലോ റെസിസ്റ്റൻസ് ടച്ച് ആകുമ്പോഴേ അവിടെ നല്ലൊരു റിജക്ഷൻ അല്ലെ പെൻഡിങ് ഓർഡേഴ്സ് എല്ലാം അവിടെ ആക്റ്റീവ് ആകുന്ന പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒന്ന് എൻഗൾഫിംഗ് ക്യാൻഡിൽ, രണ്ട് ഹാമർ ഇൻവെർട്ടർ ഹാമർ ക്യാൻഡിൽ, മൂന്ന് ഇത് നമ്മുടെ സ്പിന്നിങ് ടോപ്സ്. ഓക്കെ, സ്പിന്നിങ് ടോപ്സ് ക്യാൻഡിൽസ്, അതായത് ഒരു റിവേഴ്സൽ ക്യാൻഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാണെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, നോക്കാം. ഇപ്പൊ ലാസ്റ്റ് ഡേയിൽ ഇതൊരു സപ്പോർട്ട് സോൺ ആണ്. സപ്പോർട്ട് മീൻസ് പി ഡൈനാമിക് സോണിനനുസരിച്ച് ഒരു സപ്പോർട്ട് സോണാണ്. അപ്പൊ ഈ ഏരിയയിൽ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം നോക്കുക, എക്സാക്ട് സപ്പോർട്ട് സോണിൽ വന്നു നോക്കുക. ഈ ഗ്രീൻ ക്യാൻഡിൽ മാർക്കറ്റ് വന്നു, എക്സാക്ട് സപ്പോർട്ടിൽ എത്തിയതും ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് എന്താ ചെയ്തത്, ഇവിടെ ഒരു സ്പിന്നിങ് ടൈപ്പ് ഒരു ക്യാൻഡിൽ ഉണ്ടാക്കിയതിനു ശേഷം മാർക്കറ്റ് ക്വിക്കായിട്ട് മൂവ് ആയി, നല്ല രീതിയിൽ ഒരു മൂവ് ആയി. അപ്പൊ നമ്മൾ ഓൾറെഡി ഈ ഏരിയ നിന്നെല്ലാം ട്രേഡ് ചെയ്യുന്നവർ വന്നവരാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ, അതായത് ഈ സപ്പോർട്ടിൽ എത്തുമ്പോൾ അലർട്ട് ആകുക. ബിക്കോസ് അവിടെ വന്നാൽ ഉടനെ മാർക്കറ്റ് പെൻഡിങ് ഓർഡേഴ്സ് ആക്റ്റീവ് ആവും. അതിനുശേഷം മാർക്കറ്റ് അതർവൈസ് മുകളിലോട്ട് പോകും. അപ്പൊ ഇവിടെ നിന്നൊക്കെ എൻട്രി എങ്ങനെ എടുക്കാം, ഈ ഏരിയയിൽ എൻട്രി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട, അത് നിങ്ങൾ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുക നിങ്ങൾക്ക് എങ്ങനെ എൻട്രി എടുക്കാൻ പറ്റുമോ. ഓക്കെ, നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. തൊട്ടടുത്തത് ഇവിടെയൊക്കെ നോക്ക്, എക്സാക്ട് കണ്ടോ. ഞാൻ പറയില്ല, അവസാനം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു അവസാനം വീഡിയോക്ക് അവസാനം മാത്രമേ ഞാൻ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞുള്ളൂ. രണ്ട് ടെക്സ്റ്റ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഓക്കെ, ഇത് ഉണ്ട് എക്സാക്ട് റെസിസ്റ്റൻസിലെത്തി മാർക്കറ്റ് ഇതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന പോലെ കാണിച്ച് ഇവിടെ ഒരു സ്പിന്നിങ് ടോപ്പ് ഒരു ടൈപ്പ് ക്യാൻഡിൽ ഉണ്ടാക്കി, അതിനുശേഷം റിജക്ഷൻ ആണ് ഉണ്ടായത്. അപ്പൊ ഇതേപോലെ ഒരു ഓപ്ഷൻ ബയർ ഇതേപോലെ ഒരു മൂവ്, അതായത് ബ്രേക്ക്ഔട്ടിലൊക്കെ ഈ ഏരിയയിലൊക്കെ കയറിയവരാണെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കാണിക്കും. പക്ഷെ ഈ ഒരു മൂവ് വരുമ്പോഴേ ആ പ്രോഫിറ്റ് മൊത്തം വൈപ്പ് ഔട്ട് ചെയ്യും. ഓക്കെ, ഈ മൊത്തം ഇവിടുന്ന് എടുത്ത പ്രോഫിറ്റിനെ ഒരൊറ്റ ഒരു മൂവ് കൊണ്ട് തന്നെ നമുക്ക് ഇല്ലാതാവും. സോ അപ്പൊ ഇതാണ് ഈ സോൺ കൊണ്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഇൻഡിക്കേറ്റർ കൊണ്ടുള്ള ഉപകാരം. അപ്പൊ നമുക്ക് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, തൊട്ടടുത്തത് നോക്കാം. ഇത് കണ്ടു, മാർക്കറ്റ് മൂവായി വന്നു. മൂവായി വന്നതിന് ശേഷം ഇവിടുന്ന് സ്ലോ ആൻഡ് സ്റ്റഡി ഇവിടുന്ന് പിന്നെ ട്രാപ്പ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് നമ്മൾ ലാസ്റ്റ് ഈ ഏരിയയിൽ നിന്ന് എൻട്രി അടിച്ചിരുന്നു. ഈ എൻട്രിയിൽ നിന്ന് എക്സാക്ട് ഞാൻ ഇവിടെ എക്സിറ്റ് ചെയ്തു. ഇവിടെയും സെയിം നോക്കുക, ഇവിടെയും സെയിം ഒരു റിവേഴ്സൽ ടൈപ്പ് ഒരു സ്പിന്നിങ് ടോപ്പ് ടൈപ്പ് ക്യാൻഡിൽ, അല്ലെങ്കിൽ ഇവിടെ നോക്കുക ഒരു ക്ലിയർ ആയിട്ട് ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ളൊരു മൂവ് വരുമ്പോഴേ നമ്മുടെ പ്രീമിയം ശരിക്കും ഡീക്ക് ആവും. ഇവിടെ വരുമ്പോഴേ നമ്മുടെ പ്രീമിയം ശരിക്കും, അപ്പൊ ഈ ഏരിയയിലൊക്കെ എൻട്രി എടുത്തവരുടെ പ്രീമിയം ഇവിടെ കൊണ്ടുവരെ തീർന്നു പോകും. അപ്പൊ അങ്ങനെയൊക്കെയാണ് പേടിച്ച് നമ്മൾ എക്സിറ്റ് ആകേണ്ടി വരും. പേടിച്ച് മീൻസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യമേ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഏരിയയിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതേ ഒരു നല്ലൊരു ഉദാഹരണം. മാർക്കറ്റ് ഇവിടെ വന്നൊരു ഞാൻ പറയില്ല, അന്ന് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഉണ്ടാക്കിയില്ല, ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ചാർട്ട് പാറ്റേൺ ഉണ്ടാക്കിയ ഇവിടെ വന്നൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഉണ്ടാക്കി എക്സാക്ട് ഈ സോണിലെത്തി ഇതേപോലെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഉണ്ടാക്കിയപ്പോഴും മാർക്കറ്റ് ആയിട്ട് മേലോട്ട് പോകാം. ഓക്കെ, അടുത്തൊരു വേറൊരു നല്ലൊരു ഉദാഹരണമാണ് ഞാൻ കാണിച്ചത്. വേറെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോക്കാം, എക്സാക്ട് തൊട്ടടുത്ത സപ്പോർട്ടിൽ ക്യാൻഡിൽ ഒരു ഹാമർ ടൈപ്പ് ക്യാൻഡിൽ കണ്ടോ, ശ്രദ്ധിച്ചു, ഇതൊരു ക്യാൻഡിൽ നോക്കുക. ഇതിനുശേഷം എത്ര രീതിയിൽ വൺ ഹ്യൂജ് മൂവ് ആണ് തന്നിരിക്കുന്നത്.
ഇൻഡിക്കേറ്റർ നിങ്ങൾ പലരും യൂസ് ചെയ്യുന്നുണ്ടാകും, നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാകുന്നു, ഇതിനകത്ത് എൻട്രി എടുക്കുന്നവരും ഉണ്ടാകാം. അപ്പൊ എൻട്രി എടുക്കാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എൻട്രി എടുക്കാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇതുകൊണ്ട് എൻട്രി എടുക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഒരിക്കലും ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ച് ഞാൻ ട്രേഡ് ചെയ്യാറ്, അത് എൻട്രി എടുക്കാറില്ല. ഞാൻ എന്റെ എക്സിറ്റിന് വേണ്ടി മാത്രമാണ് ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യം തന്നെ. ഓക്കെ, ഇവിടെയും സെയിം നോക്കുക, ഉണ്ടോ ക്യാൻഡിൽ. ഓക്കെ, തൊട്ടടുത്ത് ഇവിടെ എക്സാക്ട് റെസിസ്റ്റൻസിൽ എത്തിയതും ഇവിടെ എന്ത് ടൈപ്പ് സ്വിംഗിങ് ടോപ്പ് കണ്ടോ, ഹ്യൂജ് ആയിട്ട് തിരിച്ചു വന്നത്. അപ്പൊ ഇതേപോലെയുള്ള ഈ സോണിലുകളിൽ എത്തുമ്പോഴെല്ലാം പെൻഡിങ് ഓർഡേഴ്സ് ആക്റ്റീവ് ആവും. അത് ഈ ഏരിയയിലെ ട്രാപ്പ് ട്രേഡിംഗിൽ എൻട്രി എടുത്തവർക്കൊക്കെ ആണെങ്കിൽ ഈ ഏരിയയിൽ ക്ലിയർ ആയിട്ട് എക്സിറ്റ് ചെയ്യുക. അതിനുശേഷം എത്ര താഴ്ത്ത് വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതിനാണ് നിങ്ങൾ പൊസിഷൻസ് ഈ ഏരിയയിലേക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. വേറെ അടുത്തൊരു ഉദാഹരണം, ഉം, ഇവിടെ നിറയെ ഉദാഹരണങ്ങളുണ്ട് ഈ ഏരിയയിൽ. ഇത് ഡെയിലി വർക്ക് ആണോന്ന് തന്നെ ഇല്ല. ഡെയിലി ഇത് വർക്ക് ആണോന്നില്ല. അപ്പൊ ഒരു ഇൻഡിക്കേറ്ററും ഒരു സെറ്റപ്പും ഈ ലോകത്ത് ഒരിക്കലും ഡെയിലി വർക്ക് ആവില്ല. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇത് ഡെയിലി വർക്ക് ആകുമെന്നും വിചാരിച്ചു തന്നെ ഇരിക്കരുത്. നോക്കിയതേ അനദർ ക്ലിയർ ഇത് ഈ ഇൻഡിക്കേറ്ററിൽ എത്തിയതും മാർക്കറ്റ് ഇത്രയും വലിയ റിജക്ഷൻ, അതിനുശേഷം മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി മൂവ് ആയി. ഈ ഒരു ഓപ്ഷൻ പെയർക്ക് വേണ്ട ഒരു മൂവ് ഒക്കെയാണ് ഈ ഏരിയയിലൊക്കെ തരുന്നത്. അപ്പൊ സോ നിങ്ങളുടെ ട്രാപ്പ് ട്രേഡിംഗ് സെറ്റപ്പിനനുസരിച്ചാണെങ്കിലും ഇതേപോലെ ഒരു ഇൻഡിക്കേറ്റർ ഇട്ടതിന് നിങ്ങളുടെ ആ സെറ്റപ്പിനനുസരിച്ച് ഇതേപോലെ റിജക്ഷൻ ഒക്കെ തരികയാണ് നിങ്ങൾ നോക്കി എൻട്രി ഒക്കെ എടുക്കുക. പിന്നെ വേറെ തൊട്ടടുത്ത് ഈ ഏരിയയിൽ കണ്ടോ, ഇതിന് തൊട്ടതും റിജക്ഷൻ, ഈ ഏരിയയിൽ വന്ന് ടച്ച് ആകുന്നതും റിജക്ഷൻ. അതായത് ഈ ഏരിയ നല്ലൊരു സപ്പോർട്ടായിട്ട് മാർക്കറ്റ് ടൈം പാസ് ചെയ്തില്ല, ക്വിക്കായിട്ട് മേലോട്ട് തന്നെ മൂവ് ആയി. ഓക്കെ, 3 മിനിറ്റ് ടൈം ഫ്രെയിം ഇട്ടുകൊണ്ടാണ് ചെറിയ ഒരു ലെങ്തി ആയിട്ട് ഇത് പോകുന്നത്. സോ നിങ്ങൾ 5 മിനിറ്റിലും ചെക്ക് ചെയ്ത് നോക്കുക, 3 മിനിറ്റിലും നിങ്ങൾ 5 മിനിറ്റിലും ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഇൻഡിക്കേറ്റർ വളരെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരു ഓപ്ഷൻ ബയർ എന്ന നിലയിൽ ഉപകാരപ്പെടുന്ന വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, ബാക്ക് ടെസ്റ്റ് ചെയ്താൽ തന്നെ നിരവധി കുറെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നോക്കിയേ, അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഇതുണ്ട്. അപ്പം എന്താ പറയുക, ഒരു ട്രാപ്പിംഗ് കൂടി. ഓക്കെ, പല തലത്തിൽ ഇപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഒരു മാർക്കറ്റ് ഇവിടെ വന്ന് ഇത് ക്ലിയർ ആയിട്ട് ഒരു ഇതുണ്ട്, ക്ലിയർ റിവേഴ്സൽ ക്യാൻഡിൽ കാണിച്ചു. അതിന് ശേഷം എന്തില്ല, മാർക്കറ്റ് മുകളിലോട്ട് പോണായിരുന്നു, സ്ട്രോങ് ട്രെൻഡ് ആയിരുന്നു. ഇവിടെ നോക്കുക, സ്ട്രോങ് ഓൾറെഡി സ്ട്രോങ് ബൈങ് സൈഡിലോട്ട് എൻട്രി ആണ്. അപ്പൊ ഈ ബൈ സൈഡിലോട്ട് എൻട്രി നോക്കുക, ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടാണ് മൂവ് ആകുന്നത്. സ്ട്രോങ് ആയിട്ട് മൂവ് ആകുമ്പോൾ ഇതേപോലെ ഒരു ക്യാൻഡിൽ കാണിച്ച് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കുക, അത് സോണിൽ ഇതിപ്പോ ഈ പിയുടെ സോണിലാണെങ്കിലും എന്തായാലും മാർക്കറ്റ് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് പിന്നെയും മുകളിലോട്ട് പോയാണ്. അപ്പൊ ഇതൊക്കെ ഒരു ട്രാപ്പിംഗും കൂടിയാണെന്ന് കൂടി മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ഉദാഹരണം ഞാൻ കാണിച്ചു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിനകത്ത് നിങ്ങൾ ഇതിനെ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ ഈ വീഡിയോ അധികം ലെന്തി ആക്കുന്നത്, ഞാൻ അതിന്റെ അവസാനിപ്പിക്കാതിന് വേണ്ട അവസാനത്തിലെ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതിനകത്ത് നോക്കുക. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന്, ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം സൈഡ് വൈസ് മാർക്കറ്റിൽ കൂടുതലായിട്ട് വർക്ക് ആവാൻ സാധ്യതയുണ്ട്. ഇത് സൈഡ് വൈസ് മാർക്കറ്റിൽ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. സൈഡ് വൈസ് മാർക്കറ്റിൽ ശരിക്കും വർക്ക്, അതായത് സൈഡ് വൈസ് മാർക്കറ്റ് കണ്ടിന്യൂ ഇതൊരു ഒരു മാർക്കറ്റ് റേഞ്ച് ആണ്. അപ്പൊ മാർക്കറ്റ് ഈ റേഞ്ചിനകത്താണെങ്കിൽ ഇപ്പൊ സപ്പോർട്ട് ഇതേപോലെ ഇങ്ങനെ കളിക്കുന്ന സമയത്താണെങ്കിൽ, അതായത് സൈഡ് വൈസ് ആയിട്ടുള്ള മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ ഈ സോണിനെ മാർക്കറ്റ് മിക്കവാറും റെസ്പെക്ട് ചെയ്യുന്നത് വളരെയധികം ഞാൻ തവണ കണ്ടിട്ടുണ്ട്. സപ്പോർട്ട് ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇത് അപ്പൊ എന്താക്കിയ സൈഡ് വൈസ് മാർക്കറ്റിൽ കൂടുതൽ പ്രോബിലിറ്റിയാണ് ഇതിന്റെ വിന്നിങ്ങിന്റെ. അതിനുശേഷം അതുപോലെ ട്രെൻഡി മാർക്കറ്റ് നല്ലൊരു ട്രെൻഡ്, ഇപ്പൊ അപ് ട്രെൻഡ് ആണല്ലോ. അപ്പൊ അപ് ട്രെൻഡ് സമയത്ത് ഈ പി സോൺ ഒക്കെ വരികയാണെങ്കിൽ, ഇത് ഇവിടെ ഒരു പി സോൺ ഉണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ അതർവൈസ് ഇവിടെ ഒരു സപ്പോർട്ട് യുടെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് പിന്നെയും സപ്പോർട്ട് എടുത്ത് പോകാൻ സാധ്യതയുണ്ട്. അതർവൈസ് ഇതൊരു റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ, ഈ ഒരു റെസിസ്റ്റൻസിൽ എത്തിയതിനു ശേഷം മാർക്കറ്റ് ഒന്ന് താഴ്ത്തു വരാൻ, പെൻഡിങ് ഓർഡേഴ്സ് താഴ്ത്തു വരാൻ സാധ്യതയുണ്ടാവും. സോ ഇങ്ങനെയുള്ളതിനകത്ത് ഒരു ഓപ്ഷൻ ബയറിന്റെ പ്രീമിയം മൊത്തം ഡീക്കേ ആവും. അപ്പോൾ നമ്മുടെ നല്ലൊരു എക്സിറ്റിന് ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ വേറൊരു ഏറ്റവും പ്രോ ടിപ്പായിട്ടെന്ന് പറയാൻ തന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് സപ്പോസ് ഇന്നത്തെ ദിവസമാണ്. ഓക്കെ, സപ്പോസ് ഇന്നത്തെ ദിവസത്തിലെ മാർക്കറ്റിന്റെ
ഇതൊരു സപ്പോർട്ടാണ്. ഓക്കെ, ഇത് പി പി സോണിന്റെ സപ്പോർട്ട് സോണാണ്. മാർക്കറ്റ് ഇതിന് മുകളിലാണ് സസ്റ്റെയിൻ ചെയ്തത്. ഓക്കെ, ഇന്ന് ഈ ഏരിയയിൽ വന്നില്ല. തൊട്ടടുത്ത ദിവസം മാർക്കറ്റ് സെയിം ഈ ഏരിയ തന്നെ പിന്നെയും പി പിയുടെ സപ്പോർട്ട് സോൺ ഇവിടെ വരികയാണെങ്കിൽ മാർക്കറ്റ് ഈ ഏരിയയിൽ വരെ ഇതൊരു നല്ലൊരു സപ്പോർട്ട്, അതായത് ഹ്യൂജ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങളായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് വർക്ക് ചെയ്തു ആദ്യത്തെ ദിവസം, അല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഇവിടെ വന്ന് ഈ സപ്പോർട്ട് സോണിൽ, ഈ പി പി സോണിൽ സപ്പോർട്ട് സോണിൽ വന്നില്ല. നെക്സ്റ്റ് ഡേ ഇതിനകത്ത് തന്നെ, അല്ലെങ്കിൽ ഇതിനോട് തൊട്ടടുത്ത് തന്നെ, ഇതിനടുത്ത് തന്നെ, മേ ബി ഇവിടെയാകാം, ചിലപ്പോൾ ഇവിടെയാകാം, ചിലപ്പോൾ ഇതിനകത്തായിരിക്കാം. ഓക്കെ, ഈ ഏരിയ തന്നെ അതിന് തൊട്ട് ഇതിനോട് ടച്ച് ചെയ്ത് തന്നെ മരിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ വരികയാണെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഹ്യൂജ് ആയിട്ട് റിജക്ഷൻ സപ്പോർട്ട് എടുത്ത് മൂവ് ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് ഒരു പ്രോ ടിപ്പാണ്. സെയിം ഒരു റെസിസ്റ്റൻസ് ആണ്. ഇതൊരു പി പി സോണിന്റെ റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റ് ഈ ഏരിയയിൽ ഇങ്ങനെ കളിച്ചു, അതിനുശേഷം തൊട്ടടുത്ത ദിവസം മാർക്കറ്റ് പി പിയുടെ തൊട്ടടുത്ത് ഇത് റെസിസ്റ്റൻസ് ഇത് തന്നെയാണെങ്കിൽ മാർക്കറ്റ് ഈ ഏരിയയിൽ എത്തിയാണെങ്കിൽ ഹ്യൂജ് ആയിട്ട് ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുക്കാൻ, നല്ല രീതിയിൽ റെസിസ്റ്റൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഒരു ടിപ്പും കൂടി ഉണ്ട്. അത് ഞാൻ അതറിയണം ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്നെ ടെലഗ്രാമിൽ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, ആ ഒരു പ്രോ ടിപ്പ് അറിയാൻ താല്പര്യമുള്ളതാണെങ്കിൽ ടെലഗ്രാമിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. അത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരും. അത് നല്ലൊരു പി പിയുടെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സോണാണ്. അതിനൊപ്പം തന്നെ അതെങ്ങനെ, അതിനകത്ത് നമുക്ക് ക്ലിയർ ആയിട്ടൊരു എൻട്രി എങ്ങനെ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ എടുത്തിരുന്ന എൻട്രി അത് ആ ഏരിയയിൽ എത്തിയാണെങ്കിൽ എങ്ങനെ എക്സിറ്റ് ചെയ്യണം എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ ടെലഗ്രാമിൽ ഇപ്പൊ ഈ ഒരു ഇൻഡിക്കേറ്റർ, ഞാൻ ഒരിക്കലും ഒരു ഇൻഡിക്കേറ്ററിനെ പ്രൊമോഷൻ ചെയ്യാറില്ല, ഒന്നിനെ ഞാൻ ചെയ്യാറില്ല. ബട്ട് ഇത് പറഞ്ഞു തരുന്നത് വെച്ചാൽ 2024 നമ്മൾക്ക് ഒരുമിച്ച് നല്ലൊരു നല്ലൊരു ട്രേഡറായി, നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാൻ ഈ ഒരു ഇൻഡിക്കേറ്റർ വളരെയധികം സഹായിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് നല്ല രീതിയിൽ എന്റെ പല നഷ്ടങ്ങളെ, അല്ലെങ്കിൽ എന്റെ പല എൻട്രികളെ രക്ഷിച്ച്, അല്ലെങ്കിൽ എന്നെ രക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു, അല്ലെങ്കിൽ ഈ ഏരിയയിൽ എത്തുമ്പോൾ ഞാൻ എക്സിറ്റ് ആകിയാൽ ഈ ഏരിയയിൽ എത്തുമ്പോൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ എൻട്രി എടുക്കുന്ന ചെന്ന ഇൻഡിക്കേറ്റർ. സോ ട്രേഡിംഗ് ചെയ്യുന്നവർക്കാണെങ്കിലും എന്ത് ട്രേഡ് ചെയ്യുന്നവർക്കാണെങ്കിലും ഈ ഇൻഡിക്കേറ്റർ വളരെ ഉപകാരപ്പെടും. സോ എനിവേ, ഏവർക്കും പുതിയ വർഷത്തെ, അല്ലെങ്കിൽ നല്ലൊരു വർഷം, അല്ലെങ്കിൽ നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു വർഷം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.